ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരും. ദൈവം നിങ്ങൾക്ക് നൽകിയ ദർശനത്തിൻ്റെ നിവർത്തി നിങ്ങൾ കാണും. നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്ത വചനത്തിൻ്റെ നിവർത്തി നിങ്ങൾ കാണും. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. വൈകിയാലും നിങ്ങളതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി ദേശത്ത് നീതികേടും പീഡനവും കവർച്ചയും സാഹസവും കലഹവും പെരുകുമ്പോൾ, നീതിയുള്ള ദൈവമേ, അവിടുന്ന് ഈ അനീതി കണ്ടു നിൽക്കരുതേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച ഹബക്കൂക്ക് എന്ന പ്രവാചകന് ദൈവം കൈമാറിയൊരു ശബ്ദമാണ്. നീതിയുള്ള വിധിക്ക് വേണ്ടി, ദേശത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, പട്ടണത്തിൻ്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തനോട് പറയുന്നു, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. ഒരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മാറ്റത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തും. കവർച്ചയും സാഹസവും ഷണ്ടയും കലഹവും ഒക്കെ ഇപ്പോൾ മുൻപിലുണ്ട്. എന്നാൽ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അതിനും ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഇന്നലകളിൽ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി കാണാതെ വണ്ണം നിങ്ങളെ ഒതുക്കിയ ശക്തികൾ നിങ്ങളുടെ മുൻപിൽ കീഴടങ്ങുന്ന സമയങ്ങൾ വരുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. നീ അവൻ്റെ ഇട സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എങ്കിലും സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവാശ്രയമുള്ളവൻ പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. യഹോവയെ കാത്തിരിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നീതിയുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന വിധി അത് നേരുള്ള വിധിയായിരിക്കും. ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ സങ്കേതമാക്കിയ ഭക്തൻ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ നേരുള്ളവനാണ്, അവൻ എൻ്റെ പാറയാണ്, അവനിൽ നീതികേടില്ല എന്നവൻ കാണിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി നിങ്ങൾ കാണും. അബ്രഹാമിനോട് ദൈവം കൈമാറിയ ദൈവത്തിൻ്റെ അരുളപ്പാട് ദീർഘനാളുകൾ ചേർത്ത് പിടിച്ച അബ്രഹാം തൻ്റെ 100-ാമത്തെ വയസ്സിലാണ് അതിൻ്റെ നിവൃത്തി കണ്ടത്. ദൈവം വെച്ചിരിക്കുന്ന അവധിക്ക് അബ്രഹാം ആ നന്മ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, ഈ ക്ഷാമകാലത്ത് നീ ഈ ദേശം വിട്ടു പോകരുത്, നീ ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കാത്തിരുന്ന ഇസഹാക്കിന് ഏത് മണ്ണിലാണോ ക്ഷാമമുണ്ടായത് അതേ മണ്ണിൽ 100 മേനി വിളവ് ദൈവം നൽകി. യാക്കോബ് നീണ്ട 20 വർഷക്കാലം ചതിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. വലിയ വേദനകളോട് കടന്ന ഒരു മനുഷ്യനാണ്. തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിനോട് ബന്ധപ്പെട്ട് നീണ്ട 13 വർഷക്കാലം എൻ്റെ നരിയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞ് മകനെ ഓർത്ത് വിലപിച്ച മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി നിങ്ങൾ കാണും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. യോസേപ്പ് കണ്ട സ്വപ്നത്തിൻ്റെ നിവർത്തിക്ക് ദൈവം ഒരു സമയം വെച്ചിരുന്നു. അത് വൈകിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ സമയമൊന്നും വൈകുകയില്ല. അത് തക്ക സമയമാണ്. അത് അപ്പോയിൻറ്റഡ് ടൈമാണ്. പ്രിയപ്പെട്ടവരെ, അത് വരും നിശ്ചയം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരും. ദൈവം നിങ്ങൾക്ക് നൽകിയ ദർശനത്തിൻ്റെ നിവൃത്തി നിങ്ങൾ കാണും. വിശ്വസിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ.